എല്ലാവർക്കും എം കെ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഇതേപോലെയുള്ളൊരു പോട്ടും 2 സിമൻറ്റിൻ്റെ സ്റ്റാൻഡുമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. പോട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണ് കേട്ടോ. അതിവിടെ ഞാൻ ബക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിഭാഗത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇതിന് ഉള്ള മിക്സ് തയ്യാറാക്കണം. അപ്പോൾ നമ്മളതിന് എംസാൻഡാണ് എടുത്തിട്ടുള്ളത്. തരിയുള്ളതാണ്. ഇത് തരിയുള്ളതോ തരിയില്ലാത്തത് ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ചും കൂടി ഉറപ്പുണ്ടാവും എനിക്ക് തോന്നുന്നത് തരിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 കപ്പ് എടുക്കുകയാണെങ്കിൽ എംസാൻഡ് എടുക്കുകയാണെങ്കിൽ അതിലൊരു കപ്പ് സിമൻറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. 3 കപ്പിന് 1 കപ്പ് സിമൻറ്റും എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2:1 എന്നുള്ള അനുപാതത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു ലൂസുള്ള മിക്സാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു പൈപ്പ് വെച്ച് കൊടുക്കുക. അത് പ്ലാസ്റ്റിക്കിൻ്റെതാണെങ്കിൽ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെതാണ് വെച്ച് കൊടുത്തത്. എൻ്റെ അടുത്ത് അതുള്ളതുകൊണ്ടാണ് കേട്ടോ അത് വെച്ചത്. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനി നമ്മളിതിൻ്റെ അടിഭാഗത്ത് പേപ്പർ വെച്ച് കൊടുക്കണം. അതെന്താ വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എംസാൻഡ് വെച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ സിമൻറ്റിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പേപ്പർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് എംസാൻഡ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇതിൻ്റെ ഒരു 1/4 ഭാഗം വരെ ഇതേപോലെ എംസാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് ഊരി എടുക്കുകയാണ് കേട്ടോ. പതുക്കെ ഊരിയെടുക്കുക. എംസാൻഡ് അതിലേക്ക് വീഴാതെ നോക്കണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ പേപ്പർ വെച്ച് കൊടുക്കുക. നമ്മളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ കമ്പി വെച്ച് കൊടുക്കുന്നത്. ഇനി ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി ഇതൊരു ദിവസം മുഴുവനും ഇതേപോലെ വെക്കണം. 24 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് തട്ടിയെടുക്കുന്നത് കേട്ടോ. പതുക്കെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ട് ചുടുവെള്ളം ഒഴിക്കണം കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നാലേ പെട്ടെന്ന് ഇതിനകത്തുനിന്ന് വിട്ടു പോരുള്ളൂ. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട് നമുക്ക് ആ ബക്കറ്റിൻ്റെ അടിഭാഗത്തുള്ള ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള പോട്ടൊക്കെ ഞാൻ ഇതുപോലെയുള്ള ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് താമര ആമ്പലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോട്ടിലാക്കിയിട്ട് ഇതിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടുത്ത സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മിക്സാണ് കേട്ടോ അത്. നേരത്തെ എടുത്തതുപോലെ തന്നെ എംസാൻഡും മണലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക, ലൂസാക്കിയിട്ട് തന്നെ. ഇന്നും നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ബക്കറ്റിൽ എണ്ണ പറ്റിയതിന് ശേഷം ഇതേപോലെ ഒരു റൗണ്ടുള്ള എന്തെങ്കിലും ഒന്ന് അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതിനി 24 മണിക്കൂറിന് ശേഷം അതെടുക്കുകയുള്ളൂ. ഇനി വേറെ ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ 24 മണിക്കൂറിന് ശേഷം എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു പോട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സ്റ്റാൻഡുമേലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. അപ്പോൾ ഇത് തുണി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി സിമൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് തുണി നന്നായിട്ട് ഇതിലേക്ക് മുക്കി കൊടുക്കുക. ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടാണ് ഞാനിത്
ഗ്ലൗസ് ഇടാതെ കണ്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തുണിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ തുണീൻ്റെ നടുവിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കണേ. അതിൻ്റെ നടുക്ക് വെച്ചിട്ടൊന്ന് വെട്ടി കൊടുത്താൽ മതി. ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഇത് സ്റ്റാൻഡിൻ്റെ ഒരു അടിഭാഗമാണ് കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ ഇതുപോലുള്ള ഷീറ്റ് വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനാണ് കേട്ടോ നടുവിൽ ഹോളിട്ടത്. ഇത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് സാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് അവിടെ അരച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇതേപോലെ സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത് അതിലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു 3/4 ഭാഗം വരെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ഹൈറ്റാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ഷീറ്റ് വെച്ചാൽ എന്താ വെച്ചാൽ ഈ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ നമുക്ക് ആ കാല് കിട്ടുന്നതാണ് അതിൻ്റെ സ്റ്റാൻഡ്. ഇനി ഇത് ചെയ്യേണ്ടത് സിമെൻറ്റും മണലും കൂടെ നൈസായിട്ടുള്ള മണൽ വേണം കേട്ടോ ഇതിനെടുക്കാൻ. ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതിൻ്റെ അടിഭാഗം മുകൾ ഭാഗം 2-3 പ്രാവശ്യം സിമെൻറ്റും മണലും കൂടി മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല ഉറപ്പായിരിക്കും. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലത് നമ്മളിങ്ങനെ ഈ തുണിയിൽ മാത്രം സിമെൻറ്റ് മുക്കി ചെയ്യുമ്പോൾ അത്ര ഒരു ഉറപ്പുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുമ്പം സാധാരണ നമ്മൾ സിമെൻറ്റ് പോട്ട് ഉണ്ടാക്കുന്ന അതേ ബലത്ത് തന്നെ കിട്ടും കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. 24 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇത് ബക്കറ്റ് കമത്തി വെച്ചതിന് ശേഷം ഇതേപോലെ മുകളിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
അപ്പോൾ അതൊക്കെ ഊരിയെടുക്കുക. ഇത് അടിഭാഗമാണ് കേട്ടോ. ഇനി ഇത് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തും കൂടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഷീറ്റിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയില്ലേ. ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷീറ്റ് വെച്ചത്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ളതാണ് ഈ ബക്കറ്റിൽ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ, കറക്റ്റ് ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ആ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ നന്നായിട്ട് സിമൻറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പോട്ടും ഉണ്ടാക്കി. ഇത് വൈറ്റ് സിമൻറ്റ് ഒന്ന് ഇത് 3 ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി വൈറ്റ് സിമൻറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് സിമൻറ്റ് അടിച്ചതിന് ശേഷം പിന്നെ ഒരു കൂട്ട് വൈറ്റ് പെയിൻറ്റ് തന്നെ അതും അടിച്ചെടുക്കുന്നുണ്ട്. വൈറ്റ് സിമൻറ്റ് അടിച്ച് കഴിഞ്ഞു. ഇനി വൈറ്റ് പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള പെയിൻറ്റ്. അപ്പോൾ ഇതേപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കി നോക്കുക. ഇതുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നെങ്കിലും പക്ഷേ അതുണ്ടാക്കി തുടങ്ങിയാൽ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.